ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആവുകയാണേ. രാവിലെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞു. കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം രാവിലെ അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. 8 മുതൽ 10 വരെയാണ് മീറ്റിംഗ്. അപ്പം രാവിലെ പോയാൽ വെയിലിന് മുമ്പെങ്കിൽ വരാമല്ലോ. വെയിലെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂടും വെയിലുമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ വരാനായിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ മീറ്റർ ബോർഡിനകത്തൊരു കിളിക്കൂട് കണ്ടത്. 1-2 ദിവസം കൊണ്ടേ അത് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇത് ഒന്ന് തുറന്ന് നോക്കിയിട്ടില്ല. അപ്പം പിന്നെ ഇന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഏത് കിളിയാണ് കൊണ്ട് വെക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടോ, 2 മുട്ടയുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ബ്ലൂ കളറായിരുന്നേ. ഇത് ഏത് കിളിയുടെ മുട്ടയാണെന്ന് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ ഇങ്ങനെ ഒരു കൂടെ കണ്ടിട്ടുള്ളൂ. ഏത് കിളിയാണ് സംഭവം ഇവിടെ കൂട് വെക്കുന്നതെന്ന് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയിട്ട് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ദൈവമേ എന്തൊരു ചൂടാണ്, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാട്ടോ. രാവിലെ പോയപ്പോൾ തന്നെ ഭയങ്കര ചൂടായിരുന്നേ. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ. എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു ഈ ഐസ്ക്രീം. എന്നെ ഐസ്ക്രീം തിന്നാൻ പഠിപ്പിച്ചത് ഈ ഇരിക്കുന്ന 2 പേരാണ് കേട്ടോ. ഒരു ദിവസം അവർക്ക് കഴിക്കാനായിട്ട് ഒരു ബ്രൗണിയുടെ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റ്. എനിക്ക് ആ ഒരു ബ്രൗണിയുടെ ഐസ്ക്രീം നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഈ ചോക്ലേറ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ബ്രൗണിയുടെ ഐസ്ക്രീമിനകത്ത് ചെറിയ കേക്കിൻ്റെ ബ്രൗണിയുടെയൊക്കെ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ കഴിഞ്ഞ് പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഫാനായിട്ട് മാറിയേക്കാണ് കേട്ടോ. എപ്പോൾ എവിടെ പോയാലും ആ ഒരു ബ്രൗണിയുടെ ഐസ്ക്രീമാണ് മേടിച്ച് കഴിക്കുന്നത്. വേറെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. വാനില, സ്ട്രോബെറി അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഈ ഒരു ബ്രൗണി ഐസ്ക്രീം മാത്രമാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കലത്തേന് ചിക്കൻ കറി വെക്കാമെന്ന് ചോദിച്ചു. ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജ്യൂസ് അടിക്കാനായിട്ട് അച്ഛൻ വന്നത്. 2 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ജ്യൂസ് അടിക്കാനായിട്ട് വന്നപ്പോൾ 2 പേരും കൂടെ അങ്ങനെ 2 പേരും കൂടെ ജ്യൂസ് അടിക്കാൻ കയറി. 2 പേരും കൂടെ വഴക്കായി. ഒരാൾ കളഞ്ഞിട്ട് പോയി, ഒരാൾ മാത്രമായി ജ്യൂസ് അടിക്കാൻ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് എനിക്കൂടെയൊക്കെ തന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിക്സിയിട്ട് കറക്കിക്കൊണ്ടിരിക്കുക എനിക്ക് പണിയാക്കാനായിട്ട്. അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങനെ വഴറ്റിക്കൊണ്ട് നിന്ന് ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊന്നും എടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വിലയാണ്. നാട്ടിൽ തന്നെ ഭയങ്കര വിലയാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ, എന്തായാലും വേണ്ടില്ല എന്ന് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാളയൊക്കെ വഴണ്ട് വന്നപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ആ സമയമായപ്പോഴേക്കും ജ്യൂസ് റെഡിയായി. അതിങ്ങനെ ഓരോ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് എനിക്കും കുറച്ച് തന്നു കേട്ടോ. എനിക്ക് കുറച്ച് തന്നെയല്ല, അവിടെ ഞാൻ എടുത്ത് കുടിച്ചതാണ് കേട്ടോ. കുടിച്ചപ്പം മൊത്തം തീർക്കുമെന്നൊന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് അതാണ് ഞാൻ ചിരിച്ചത്. അപ്പോഴേക്കും ചിക്കനൊക്കെ ഏകദേശം റെഡിയായിട്ട് വന്നു. സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം പിന്നെ ചിക്കന് കഴുകി വെച്ചിരുന്ന ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളവും കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും മസാലയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഗരം മസാലപ്പൊടി ഞാൻ ഇപ്പോഴാണ് പൊടിച്ചു വെച്ചത്. അതാണ് ജാറിനകത്ത് നിന്ന് എടുത്തിടുന്നത്. അതങ്ങോട്ട് ടിന്നിലോട്ട് മാറ്റിയില്ല. ഞാൻ ജസ്റ്റ് പൊടിച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ. ആ സമയത്തിന് ചിക്കനൊക്കെ വേവിക്കാൻ വെച്ച സമയത്തിന് പിന്നെ ഒരു തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ചൂട് സമയത്ത് പിന്നെ ഈ അടുക്കളയിലൊന്നും നിൽക്കാനേ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ചൂടൊക്കെ തുടങ്ങിയപ്പോൾ മുതൽ രാവിലെ അങ്ങ് അടുക്കളപ്പണികൾ അങ്ങ് തീർക്കുമായിരുന്നു. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. അപ്പം തോരനൊക്കെ ഉള്ളത് അരിഞ്ഞ് വെച്ചു. ഇരേറ്റർ ഉണ്ടായതുകൊണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ അത് അരിയാനായിട്ട്. പെട്ടെന്ന് അരിഞ്ഞെടുക്കുക. ചോപ്പറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തോരനൊക്കെ അരിഞ്ഞ് കിട്ടുമേ. പിന്നെ ആ സമയമായപ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് ചെറിയൊരു സിനിമ കാണാനൊക്കെ പോയി കേട്ടോ. നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരു തിയേറ്ററുണ്ട്, ഈ യൂണിറ്റിനകത്ത് തന്നെ തിയേറ്ററുണ്ട്. അപ്പം അവിടെ നമ്മൾ 3 പേരോട് സിനിമ കാണാൻ പോയി. മലയാള സിനിമയൊന്നും അല്ല കേട്ടോ, ഹിന്ദിയാണ്. വെറുതെ ഒരു ടൈം പാസ്. കാർ റേസ് എന്തോ ആണെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ട് പോകുന്നത്. അവരുടെ കൂടെ ഞാൻ ജസ്റ്റ് കൂട്ടിന് പോയതേ ഉള്ളൂ.
അതും നല്ല വെയിലത്താണ് കേട്ടോ. ഒരു 3 മണി സമയത്തായിരുന്നു ടൈം. അപ്പോൾ ആ ഒരു വെയിലത്താണ് നമ്മൾ സിനിമ കാണാൻ പോയത്. ശനി ഞായറും 3 മണിക്കാണ് ഇവിടുത്തെ ടൈം കേട്ടോ. അല്ലാതുള്ള ദിവസങ്ങളിലൊക്കെ 6:30-ക്കും പിന്നെ 3 മണിക്കും ഒക്കെ ഷോ ഉണ്ട്. അപ്പം നമ്മൾ നല്ല കൊട്ട വെയിലത്ത് സിനിമ കാണാൻ വന്നു. വലിയ ആളൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഇംഗ്ലീഷ് സിനിമയായിരുന്നു കേട്ടോ, ഡബ്ഡ് ആയിരുന്നു, ഹിന്ദിയിലോട്ട് ഡബ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴത്തേന് പിന്നെ നമ്മൾ കുറച്ച് റീലെടുത്തു, ഫോട്ടോസ് എടുത്തു, അങ്ങനെയൊക്കെ ഇരുന്ന് സമയം പോയി. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ തിയേറ്റർ. പിന്നെ അക്കു കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അവിടെ ഈ ഒരു ഡ്രസ്സ് മീഷോന്ന് എടുത്തതാണ് കേട്ടോ. അവിടതും ഞാൻ ഇട്ടേക്കുന്ന കുർത്തി മീഷോന്ന് എടുത്തതാണ്. നല്ല ഡ്രസ്സാണ് കേട്ടോ. നല്ല ഈ ചൂടത്തൊക്കെ ഇടാനായിട്ട് നല്ല സുഖമുണ്ട്. കോട്ടൺ അല്ല, പ്യുവർ കോട്ടൺ അല്ല, കോട്ടനും ഒരു പോളിസ്റ്ററും കൂടെ ഒക്കെ ഒരു കൂടിക്കലർന്നാണ്. എന്നാലും വലിയ ചൂടൊന്നും അടിക്കത്തില്ല. നല്ല സുഖമുള്ള ഒരു തുണിയാണ്. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് വീണ്ടും സിനിമ തുടങ്ങിയത്. ഇതായിരുന്നു സിനിമ കേട്ടോ. കാർ റേസിൻ്റെ ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല ചൂട് കേട്ടോ. അകത്ത് ഇതുവരെ എ സിയിൽ ഇരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്. പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് വൈകിട്ടായപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പ്. അങ്ങനെ ഇരുന്നപ്പം അച്ചു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് വന്നേ. ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു ഡിഷായിരുന്നു കേട്ടോ. അന്നേരം ഇന്നലെ ചിക്കൻ വാങ്ങിച്ചപ്പോഴേ പറഞ്ഞു കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചേക്കണേ, നമുക്ക് എന്തെങ്കിലും സ്നാക്സിന് ഉണ്ടാക്കാമെന്നേ. അവന് ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ എന്തോ കണ്ടിട്ട് അവനൊരു സംഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ കയറിയതാണ്. പിന്നെ അവസാനം അതെൻ്റെ തലയിലായി, ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2 ബ്രെഡൊക്കെ എടുത്ത് പിന്നെ എഗ്ഗിലോട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിനകത്തോട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു ബ്രെഡ് ക്രംസിലും അതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ വെവ്വേറെ ആയി പോവും ആ ബ്രെഡ് കേട്ടോ. പിന്നെ നല്ലപോലെ തിളച്ച എണ്ണയിലോട്ട് ആ ഒരു ബ്രെഡൊക്കെ ഇട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കളറ്. അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മിക്സ് എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ചിക്കന് പിന്നെ നമ്മൾ സാധാ വറക്കുന്നത് പോലെ മുളകുപൊടി, മല്ലിപ്പൊടിയൊക്കെ മസാലകളൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതും, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ മയോണൈസാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അതിന് കറക്റ്റായിട്ട് വേണ്ടുന്ന വേറെ ഒരു സോസാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാനും മെനക്കെട്ടില്ല. അതുകൊണ്ട് മയണൈസ് ചേർത്തു. അതൊക്കെ ആ ഒരു ഫില്ലിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിറ്റേന്ന് നമ്മൾ സൺഡേ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയപ്പോഴും അതുപോലെ തന്നെ നല്ല വെയിൽ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല റോഡിലൊന്നും, എന്താണെന്ന് അറിയത്തില്ല. മറ്റേത് ഈ ഒരു സമയത്തൊക്കെ വരുമ്പോഴത്തേന് നല്ല തിരക്കാണ്. ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മാർക്കറ്റിൽ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നേരമൊക്കെ നല്ല തിരക്കാണ്. പക്ഷേ ഇന്ന് പൊതുവേ ഒരു തിരക്ക് കുറവ്. അതെന്തായാലും കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെയിലത്ത് ബ്ലോക്കിൽ പെട്ട് നല്ല ഊപ്പാട് വന്നു അതിന്. ഒത്തിരി ദിവസം കൊണ്ട് മഴക്കോളുണ്ട്, പക്ഷേ മഴ അങ്ങോട്ട് പെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ അവസാനം മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ വന്നിട്ട് മീനൊക്കെ വാങ്ങാനാണ് വന്നത്. പക്ഷേ മീനിന് ഭയങ്കര വിലയാണ്. ഭയങ്കര വില തന്നെയല്ല, നല്ല മീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ ഒരാൾക്ക് മട്ടൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം മട്ടനാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ വെച്ചതേ കണ്ടോ, ആട്ടിൻകുട്ടിയുടെ തലയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ വെച്ച് ആടിനെ കട്ട് ചെയ്യുക, അവിടെ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ മാർക്കറ്റും ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ പോകുന്ന മാർക്കറ്റിൽ യാതൊരു വൃത്തിയില്ല ചിക്കനും മട്ടനും ഒക്കെ വാങ്ങാനായിട്ട് കേട്ടോ. മീനൊന്നും പിന്നെ വലിയ കുഴപ്പമില്ല. ഇത് നല്ല വലിയ കൊഞ്ച്, ചെറിയ കൊഞ്ച് ഒക്കെ ഇരിപ്പുണ്ട്.
ഞണ്ടിനെയൊക്കെ കാലൊക്കെ കെട്ടി വെച്ചേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മട്ടനും നമ്മൾ കുറച്ച് ബീഫ് വാങ്ങി കേട്ടോ. ബീഫും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനിറങ്ങി. വീട്ടിൽ വന്നപ്പോഴത്തേനും ഒരുപാട് ലേറ്റായി പോയി കേട്ടോ. ഒരു 12 അടുപ്പിച്ചായി. പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നലത്തെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് റോസ്റ്റാക്കി. പിന്നെ കപ്പയൊക്കെ വേവിച്ചു, ബീഫ് കറിയൊക്കെ വെച്ച് ഇതേ കപ്പയും മോരും ബീഫ് കറിയൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ എടുത്തു കേട്ടോ. കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചോറ് വേണ്ടായേ. അപ്പം അതെ, കപ്പയുടെ മുകളിലോട്ട് ഇങ്ങനെ ബീഫ് കറിയും മോരും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലും കൂടെ ഒന്ന് സബ്ബാക്കി ഒന്ന് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.